ഗൈസ്, ഒരു പ്രേതാലയം എന്ന് തോന്നിക്കുന്ന വീട്ടിലാണുള്ളത്. ഈ വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്തായിട്ടൊരു റിങ്ങും പോട്ടെ കിണറുണ്ട്. ആ കിണറ്റില് വെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ വീട്ടിലോട്ട് പ്രവേശിക്കുകയാണ്. നമ്മൾ പിൻഭാഗത്തൂടെയാണ് പോകുന്നത്. ഫ്രണ്ടിൽ കൂടെ പോയാലോ? ഇത് ബാക്ക് വശമാടാ പോട്ടാ. നമുക്ക് എന്തായാലും കൂടെ പോകാം. പേടിയാകുന്നു. എന്താ തോന്നുന്നു അടുക്കള കണ്ടിട്ട്. ഇത് ടെറസിൽ പോകാൻ പറ്റില്ല. നമുക്ക് ലാസ്റ്റ് പോവാം. ഈ റൂം നോക്കാം. ഇത് കാണുമ്പം തന്നെ പേടിയാവും. നിങ്ങൾ വന്ന് നോക്കുക. കൈയെല്ലാം പിടിച്ച് കിടക്കുന്നു. നിങ്ങൾ ഇതിന്റെ ഉള്ളിലോട്ട് നോക്കിക്കോ. നിങ്ങൾ കാണുന്നില്ലല്ലേ? അത് ഇവിടത്തെ ബാത്റൂമാണ്. ശവപ്പെട്ടി പോലെ ഉണ്ട് കണ്ടിട്ട്. ഇത് ഇവിടെ ഈ വീട്ടിൽ 2 റൂമാണ് തോന്നുന്നുള്ളത്. പിന്നെ ഒരു ഹാള് ഒന്നുമില്ല. ഹാള്, കിച്ചൺ, ശവപ്പെട്ടിയാണ് ഗൈസ്. ഗ്രാൻഡ് പേനെ കുഴിച്ചിട്ടേക്കുന്ന പോലെയുണ്ട്. ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്ന ആ സൗണ്ട് കേട്ടില്ലേ? ഞാൻ പേടിച്ചു പോയി. ഇതാണ് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗം. നമ്മൾ ഇതിലേക്കൂടെ കയറാനായിരുന്നു തീരുമാനിച്ചത്. പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ സംഭവം നടന്നത് ഒരു കാക്ക ചത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ ഇല്ല ഗൈസ്. ഇത് നിങ്ങൾ നോക്കിക്കോ. ഇത് കണ്ടോ? പൂവലൊക്കെ ഉണ്ട്. പൂവലും സംഭവം ഉണ്ട്. മണ്ണിന്റെ അടിയിലേക്ക് അടിഞ്ഞു പോയാതെ വേറെ അടിഞ്ഞു പോയതൊന്നല്ല. ഇന്നലെ ഇത് പുഴുത്തൊരു സീനായിട്ടിരിക്കുവായിരുന്നു. മണക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇത് നിങ്ങൾ രാത്രി എടുത്ത് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്കിനി ടെറസിൽ പോവാം. നമ്മളിത് ഇന്നലെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. കണ്ട ഗൈസ് തൂവല്. നമ്മളിത് വരുമ്പോ ഈ സംഭവം ഒന്നും കണ്ടില്ല. ഈ റൂം നമുക്ക് ഇപ്പോഴും പോകാൻ പേടിയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരണോണ്ട് മാത്രം നമ്മൾ കേറിയതാണ്. ടെറസിന്റെ സൈഡില് കമ്പിയും കുമ്പിയും ഒന്നും ഇല്ല. അതുകൊണ്ട് സൂക്ഷിച്ച് കേറിപ്പോണം. കേറിപ്പോ. പിന്നെ വേറെ സ്റ്റോർ റൂമും കൂടി ഉണ്ട്. സ്റ്റോർ റൂം ഉണ്ട്. അത് കാണിച്ചു തരാം. പേടിക്കണ്ട. കേറിപ്പോ. അത് കിച്ചണാന്ന് തോന്നടാ. ഇതാ ടെറസ്. ഇവര് 2ാം നില കെട്ടാനാണ് തീരുമാനിച്ചത്. തോന്നുന്നു പണി കഴിഞ്ഞിട്ടില്ല. ഈ വീട് ഇപ്പോഴും പകുതിക്ക് കിടക്കുക. വേറെ റൂമാണ്. ഇത് എന്ത് റൂമാന്ന് അറിയില്ല. ഇത് എന്ത് റൂമാ നമുക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. എന്താ ഈ റൂം ഇങ്ങോട്ട് പോകുമ്പോഴുള്ള റൂമാ തോന്നുന്നല്ലേ? നമുക്ക് ഈ റൂമിലൊന്ന് പോയി നോക്കാം. നമ്മൾ കണ്ട റൂം തന്നെ ആയിരിക്കും. എന്നാലും അമ്മച്ചിയെ ഇപ്പം വീണാനെ. ഇവിടെയാണ് ഈ സ്റ്റെപ്പിന് നോക്കിയാൽ നിങ്ങൾ ആൾക്കാർ എപ്പോഴാണെങ്കിലും വീഴുമല്ലോ. ഇതാണ് സ്റ്റെപ്പ്. എപ്പോഴാണെങ്കിലും വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം. നിങ്ങൾ ഇതോർത്ത് രാത്രി പേടിക്കൊന്നും വേണ്ടല്ലേ. ഇവന്മാര് ഇന്നലെ ഫുള്ളും പേടിച്ചൊരു വഴിയായിരുന്നു. ഇതാണ് വഴി. നമ്മള് ഈ സംഭവം ഇവിടെ ഒരു ഇതുണ്ട്. ഇത് നമ്മള് കേറിയ സ്ഥലം തന്നെ. ഓക്കെ. നമുക്ക് ഇതിന്റെ മണ്ടയിലൊന്ന്. ഇതിന്റെ അടിയിൽ നിങ്ങൾക്ക് കാണാനോ ഒരു കുന്തമില്ല. ഇതിന്റെ മണ്ടയിലപ്പം ഞാൻ കേറി. അമ്മേ കമ്പിപ്പാര. കേറിക്കോ. നിങ്ങളും കേറി. കമ്പി തലക്കെട്ടിക്കൊന്നും ചെയ്യല്ലേ. അവളെ എവിടെ കേറ്റിക്കേടാ. പുറത്തൊരു സ്റ്റോർ റൂം ഉണ്ട് ഗൈസ്. അതും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്നിട്ട് നമ്മൾ ഈ വീട് ഫുള്ളും ചുറ്റി കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് മാത്രമല്ല ഇതും കൂടി നമ്മൾ കുറച്ച് നേരം നമുക്ക് ആ കാക്കേന്റെ അടുത്ത് കൂടി നിൽക്കാം. കാക്ക കഴിഞ്ഞ ദിവസം ഈ കാക്ക നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതിന്റെ ഈ സാധനത്തിന്റെ അപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്ന കാക്ക. ഇപ്പൊ ഇത് വീടിന്റെ ഉള്ളിലാ. എന്താന്നറിയില്ല. പട്ടി കൊണ്ടിട്ടാന്ന് തോന്നുന്നു.
ഇതാ സ്റ്റോർ റൂമാണ്. കാണാനൊരു കുന്തമില്ല, എന്നാ ചെറിയ റൂമാണ്. അത് കണ്ടാ? ഹോൾ. ഇതേതാ റൂം? ഇത് മറ്റേ സ്റ്റെയറുള്ള റൂം. കണ്ടാ മനസ്സിലാവൂലേ? ഇത് കണ്ട, ഇവിടെ ഒരു കൂന പോലെ, മല പോലെയാണ് സംഭവം ഉള്ളത്. കഷ്ടിച്ച് നമ്മള് വീഴാതെ സൂക്ഷിച്ചു പോകുന്നുണ്ട്. കാലിപ്പത്തി നമ്മുടെ ഒരു ചങ്കിന്റെ കാലവിടെ ഉറഞ്ഞ് സീനായി. 2 ചങ്കുകൾ ഇതാ ഇവിടെ കിടന്ന് കളിക്കുന്നു. നിന്നെ വിട്ട് പോരെ. ഇതാണ് ഗൈസ് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗം. ഇത് പിന്നെ മോട്ടറിന്റെ സാധനമാണ്. മോട്ടറിന്റെ സ്ഥലമാണ് ഇത്. നമുക്ക് നൈസായിട്ട് ഒരു സ്വിച്ച് ഇട്ട് നോക്കാം. കണ്ടുണ്ട്. പ്ലഗ് ഒന്നുമില്ല, പൊന്തിച്ച് വെച്ചേരാ. ഇത് താത്തു പോയണ്ട. എന്തെങ്കിലും ആവോ? വേണ്ട, പേടിയാകുന്നു. വേണ്ട. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. കിങ്ങിണി പെണ്ണാണ്, പ്രസവിക്കാനായി. അതാ അതിന്റെ പേരാണ്. ഇതിന്റെ മണ്ടേ കൂടെ പോയ നമ്മൾ ഒരു സ്ഥലം നമ്മുടെ ചങ്ക് വീഴുന്നു. ഇവിടെ പ്രേതായല്ലേ. അത് പിടിക്കടാ പറ്റുമെങ്കില്. ഇത് കണ്ടോ? ഒരു അത്യാവശ്യം ഒന്ന് പിടിക്ക്. നമ്മുടെ ഗായ്സിനോട് പെണ്ണ് ചാടുന്നു. നിങ്ങളത് കണ്ടോ ഗൈസ്? ഞാനിത് ഇന്നലെയാ കാണുന്ന ഈ സംഭവം. ഫുൾ ഹൗസ്. കിട്ടിയല്ലോ നമ്മുടെ. അയ്യോ വിട്ടേക്കാം. മാന്തു നല്ല ക്യൂട്ട് സംഭവമാണ്. എനിക്ക് ഇന്നലെ ഒരു മാന്ത് കിട്ടി. പക്ഷെ പറഞ്ഞാലൊക്കെ അനുസരിക്കും. ഇനി ഗൈസ് നമ്മൾ അവിടെ ആ സ്ഥലം ഒന്ന് വീക്ഷിക്കാൻ പോവുകയാണ്. ഇതെവിടെ വഴിയൊക്കെ ഉണ്ടടാ? ഇവിടെ വഴിയല്ല ഉണ്ടടാ. വാ പറഞ്ഞോ. കാട്ടുപോത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് ഗൈസ് ഈ സ്ഥലം. പിന്നെ താഴെ പറമ്പിലും കൊറേയുണ്ട് കാട്ടുപോത്തും കാട്ടുപന്നിയും. വെള്ളം കിട്ടാനിട്ട് ഓടി വന്നെയാണെങ്കിൽ ഇതോടത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇനി മഴക്കാലം വരുന്നോണ്ട് ഇനി വരുത്തൊന്നുമില്ല. ഗാർഡനാണെന്ന് തോന്നുന്നത്. ഗാർഡൻ കാണാൻ ഭംഗിയെല്ലാം ഉണ്ട്. പക്ഷെ അപ്പൊ നമ്മള് പാമ്പിനെ കണ്ട് പേടിച്ചോണ്ടിരുന്നാണ്. ഞാനും കണ്ടു പാമ്പിനെ. പച്ച കളറല്ലേ? ഞാനും കണ്ടു പാമ്പിനെ. മോന് നമ്മുടെ ഗായ്സ് ഈ നമ്മുടെ ഒരു സുന്ദരി പേടിച്ച് തൂറിയ ഒരു വഴിയായി. എൻ്റെ മോനെ, ഞാൻ അടക്കം പേടിച്ചു പോയി. നമ്മുടെ ഒരു ചേട്ടന് മുള്ളാൻ പോയേക്കുവാണ്. കൈ വിറക്കുന്നു. ദൈവമേ, ഞാനിപ്പോഴും വിറച്ചൊരു സീനായിട്ട് ഇരിക്കുവാണ്. കയ്യെല്ലാം നോക്കിയാ പാമ്പിനെ ഞാനും കണ്ടടാ. അതും ഇങ്ങനെ ചാടി തൂങ്ങി താഴെ വീണില്ലേ? കളറ് അകത്ത് വൈറ്റ് കളറാ, പുറത്ത് പച്ചയല്ലേ? വൈറ്റ് അല്ല, പുറത്ത് പച്ചയാ. വൈറ്റ് പച്ചിലപ്പാമ്പ ചെവി കയറുന്നത്. ഒയ്യോ, നമുക്കിപ്പോ തോന്നുന്നു അവിടെ പോണ്ടാ തോന്നുന്നു. എന്റെ കൈ വിറക്കുന്നോണ്ടാണ് ക്യാമറ ഇങ്ങനെ ഇളകുന്നത്. ആദ്യം നീ പിടിച്ചോടാ. കൈ വിറക്കുന്നു നോക്കിയാ. എന്റെ അച്ഛന്റെ കൈ വിറക്കുന്നു. എല്ലാരുടെയും കൈയും കാലെല്ലാം വിറച്ചു തുടങ്ങി. എന്റെയും ചെറുതായിട്ട് വിറക്കുന്നുണ്ട് കേസ്. അത്രക്കൊന്നുമില്ല, കണ്ടില്ല കേസ് ഞാൻ പാമ്പിനെ.
അതുകൊണ്ട് ഞാൻ വരത്തുന്നില്ല. ഞാൻ കണ്ടപ്പോഴേ ഓടി. ഞാൻ നോക്കുമ്പോ ഈ ചെറുക്കനെ പാമ്പിനെ പിടിക്കാൻ നോക്കുന്നു. പാമ്പിനെ പിടിക്കാൻ നോക്കിയതല്ല, ഞാൻ എടുത്തോട്ട് പോയത് കണ്ടില്ല ഞാൻ. ആ പാമ്പ് തൂങ്ങി താഴെ വീഴണ്ടാ. എന്നെ പിടിക്കാൻ വന്നായിരിക്കും. അപ്പൊ തൂങ്ങി താഴെ വീണു. അതെന്റെ ഭാഗ്യം. കൊത്താൻ വന്നായിരിക്കും മിക്കവാറും, പറയാൻ പറ്റില്ല. എന്റെ ഭാഗ്യം. അതിപ്പോ എന്തെങ്കിലും ആവട്ടെ, നമ്മക്ക് ഈ കല്ലിൽ നിന്നാലോ കേറി. ഇവിടെ കുഴിഞ്ഞു വന്നു. ആദ്യം ഒന്ന് പിടിച്ചാടാ, ഞാൻ ഈ കല്ലൊന്ന് കേറി. മഴക്കാലൊക്കെ ആയോണ്ട് ഞാൻ കല്ലി കയറി. വെറുതെ പറ്റിക്കാൻ നിക്കല്ലടാ. ആദി പോരെ, പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് ചാടാൻ നോക്കുകയാണ്. ചാടുന്നില്ലേ ദേവൂട്ടാ? ചാടിക്കോ കുഞ്ഞിപ്പണ്ണേ, പോരെ വാ പോരെ. അവളവിടെ പേടിച്ചിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് എന്നാ താഴോട്ട് ചാടിയാലോ? ഞാൻ ഫസ്റ്റ് ചാടാൻ പോവാണ്. ഇവരെന്നെ കൊലക്ക് കൊടുക്കാൻ നിൽക്കും. ഞാൻ എന്ത് ചെയ്യാനാണ്? അത്രക്ക് ഹൈറ്റ് ഒന്നും ഇല്ല. എന്നെ ഇത്രയും ഹൈറ്റേ ഉള്ളൂ. ഓനും ചാടി. ഓൻ ചാടുന്ന കിട്ടിയില്ല. വീണാനേലോടാ ഇപ്പൊ. വേണ്ട, ഈ കൂനെ കൂടെ നമ്മൾ നേരത്തെ കേറി വന്നേ. എടാ എന്റെ കാലെല്ലാം വിറക്കുന്നു. അല്ല, നമുക്ക് നമ്മളെ പണ്ട് കളിച്ചിരുന്ന സ്ഥലം കൂടി കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് പണ്ട് കളിച്ചിരുന്ന സ്ഥലം അവിടെ ഇപ്പൊ ഇവര് ടാങ്ക് കൊണ്ട് വെച്ച് കഷ്ടം. ഇത് കണ്ട ടാങ്ക്. നമ്മൾ ഈ സ്ഥലത്തുനിന്ന് ഊർന്ന് താഴോട്ട് വരുമായിരുന്നു. വീഡിയോ നിർത്താൻ പോവാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിച്ചോട്ടിക്കുക. ബൈ ബൈ ആയിട്ടില്ല ഗൈസ്. ഒന്നും കൂടി കാക്കനെ കണ്ടിട്ട് പോവാം. കഷ്ടം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ടൈം ഒന്നും കൂടി കാക്കേനെ കണ്ടിട്ട് വരാം. കാക്ക അവിടെ ഇല്ല, തൂവല്. ഇന്നലെ ആ കാക്കേൻ്റെ അടുത്തോട്ട് പോകാൻ പോലും പറ്റില്ലായിരുന്നു ഗൈസ്. എന്നെ പുഴുത്ത മണമായിരുന്നു. ഇന്നലെ പക്ഷെ ചിറ്റ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാ നമ്മൾ പിന്നെ ആ കൊടൂരമായി വീട്ടിൽ കയറി സീനാക്കാൻ നോക്കുകയാണ്. തൂവലെല്ലാം ഉണ്ട് കേട്ടോ. പുറത്തു പോകേണ്ട വഴി മനസ്സിലാവില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തുവാടാ തൂവലെല്ലാം മേത്തോട്ട് എടുത്തിരുന്നു. വഴി ഓക്കെ, വഴി ഇങ്ങോട്ടാണ്. ഞാൻ നേരെ വന്ന് ഇവിടത്തെ വഴി എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും. നമുക്ക് ബാക്കിൽ കൂടെ പുറത്തിറങ്ങാം. ഈ കിച്ചൺ കാണുമ്പോ ചെറിയൊരു ഭയം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചോടിക്കുക. എല്ലാവർക്കും ബൈ 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 ബൈ. ഇവൻ എൻ്റെ അനിയൻ ആദിൽ. ഇത് എൻ്റെ അനിയൻ ആദിദേവ്. ഇത് അനിയത്തി ആവണി. ഇത് പിന്നെ ദേവനന്ദ. ബൈ.